കമ്പനിയുമായുള്ള ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞാണ് NOC വാങ്ങിയതെന്ന് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. ജലം കൊടുക്കാമെന്ന് വാട്ടർ അതോറിറ്റി മദ്യ കമ്പനിക്ക് ഉറപ്പ് നൽകിയിട്ടില്ല. നിലവിൽ മദ്യനിർമ്മാണത്തിന് നൽകാനുള്ള വെള്ളമില്ലെന്നും വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജനം ടിവിയോട് പറഞ്ഞു. അങ്ങനെ ഒരു റിപ്പോർട്ട് നമുക്ക് അവർക്ക് കൊടുത്തിട്ടില്ല. നമ്മൾക്ക് ഇൻഫ്രാക്ക് പദ്ധതിക്ക് വേണ്ടിയിട്ട് 10 MLD പ്ലാന്റ് അവിടെ പ്രൊജക്റ്റ് വരുന്നുണ്ട്. അതിന്ന് വേണമെങ്കിൽ സ്പെയർ ചെയ്യാൻ പറ്റും എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. കൊടുക്കാമെന്ന് നമ്മൾ യാതൊരു ഉറപ്പും കൊടുത്തിട്ടില്ല. അതിലേക്ക് ജല അതോറിറ്റി വേറെ ആരെയും അറിയിച്ചിട്ടില്ല. നമ്മൾ വേണമെങ്കിൽ സ്പെയർ ചെയ്യാം. അത് പക്ഷേ നമ്മളെ മാത്രം ഉത്തരവാദിത്വമല്ല. കാരണം കിൻഫ്രയ്ക്ക് വരുന്നത് അവരെ ലൈനിൽ നിന്ന് എടുക്കണമെങ്കിൽ കിൻഫ്രയുടെ അറിവോട് കൂടിയേ പറ്റത്തുള്ളൂ. വേണമെങ്കിൽ സ്പെയർ ചെയ്യാം എന്നുള്ള ഒരു ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അന്ന് കൊടുത്തിട്ടുള്ളൂ. അത് ടെൻഡറിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വേണമെന്ന് പറഞ്ഞപ്പം മറ്റേ പെട്രോളിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാവാമല്ലോ. നമ്മളിപ്പോൾ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണമെന്നില്ല, പെട്രോളിലും എത്തനോൾ ആഡ് ചെയ്യുക. അപ്പം അതിനു വേണ്ടി പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ള രീതിയിലാണ് അന്ന് അവർ കത്ത് കൊടുത്തിരുന്നത്. അരുൺ ആലത്തൂർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, ജലം കൊടുക്കാമെന്ന് വാട്ടർ അതോറിറ്റി മദ്യ കമ്പനിക്ക് ഉറപ്പ് നൽകിയിട്ടില്ല എന്നാണ് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറയുന്നത്. എന്ന് മാത്രമല്ല, ഓയിൽ കമ്പനിയുമായുള്ള ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞാണ് NOC വാങ്ങിയതെന്നും അവർ വ്യക്തമാക്കുന്നു. മറ്റു വിവരങ്ങൾ? തീർച്ചയായിട്ടും പാലക്കാട് എലപ്പുള്ളിയിൽ ഈ മദ്യനിർമ്മാണത്തിന് സർക്കാർ അനുമതി നൽകിയ മദ്യ കമ്പനി ഒയാസിസ് എന്ന സ്വകാര്യ കമ്പനി പറഞ്ഞിരുന്നത് തങ്ങൾ ഈ മദ്യനിർമ്മാണത്തിന് വെള്ളം വാട്ടർ അതോറിറ്റിയിൽ നിന്നും കണ്ടെത്തും എന്നുള്ളതായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ വാട്ടർ അതോറിറ്റിയിൽ നിന്നും വെള്ളം കണ്ടെത്തുമെന്ന് പറഞ്ഞ സ്വകാര്യ കമ്പനി വാട്ടർ അതോറിറ്റിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നത്. കാരണം ഒരു ഓയിൽ കമ്പനിയുമായുള്ള ടെൻഡർ നടപടികളിൽ പങ്കെടുക്കാൻ എന്ന് പറഞ്ഞാണ് വാട്ടർ അതോറിറ്റിയോട് ഇവർ NOC തേടിയത് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതല്ലാതെ മദ്യം നിർമ്മിക്കാനാണ് ഈ കമ്പനി ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം വാട്ടർ അതോറിറ്റിയെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, മറ്റൊരു കാര്യം ഉദ്യോഗസ്ഥർ പറയുന്നത്, നിലവിൽ വാട്ടർ അതോറിറ്റിക്ക് മദ്യനിർമ്മാണത്തിന് മാത്രമായി നൽകാനുള്ള വെള്ളം വാട്ടർ അതോറിറ്റിയുടെ കൈവശമില്ല. കിൻഫ്രയ്ക്ക് നൽകുന്ന 10 MLD വെള്ളം, ആ വെള്ളത്തിൽ നിന്നും വേണമെങ്കിൽ ഈ മദ്യനിർമ്മാണത്തിന് ഈ കമ്പനി പറഞ്ഞ ആ കമ്പനിക്ക് വേണ്ടിയുള്ള ഉപയോഗത്തിന് ഉപയോഗിക്കാമായിരുന്നു എന്ന തരത്തിലൊരു കാര്യം മാത്രമേ വാട്ടർ അതോറിറ്റി ഈ കമ്പനിയെ അറിയിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അത് മാത്രമല്ല, കിൻഫ്രയ്ക്ക് ഈ 10 MLD വെള്ളം നൽകുമ്പോൾ അതിൽ നിന്നും ഉള്ള വെള്ളം ഈ മദ്യനിർമ്മാണത്തിന് ഇത്രയേറെ വെള്ളം ആവശ്യമുള്ള പദ്ധതി ആയതുകൊണ്ട് തന്നെ ഇത്രയും വെള്ളം അതിൽ നിന്നും നൽകുന്ന കാര്യത്തെക്കുറിച്ചെല്ലാം കൂടുതൽ അതിനെക്കുറിച്ചൊക്കെ പഠിക്കേണ്ടതുണ്ട് എന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. നിലവിൽ വാട്ടർ അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം കുടിക്കുന്നതിന് വേണ്ടിയുള്ള വെള്ളമാണ് പ്രധാനമായും നൽകുന്നത്. അതിലുപരി ഇത്തരത്തിൽ ഈ വ്യാവസായിക ആവശ്യങ്ങൾക്ക് കിൻഫ്രയ്ക്ക് നൽകുന്ന 10 MLD അല്ലാതെ അധികമായിട്ട് ഈ മദ്യ കമ്പനിക്ക് നൽകാൻ വെള്ളമില്ല എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ കമ്പനി ഏതായാലും വാട്ടർ അതോറിറ്റിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് NOC തേടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ശരി, അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്.